السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏറ്റവും സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റമദാനിൻ്റെ ഓരോ നിമിഷവും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. റമദാനിൻ്റെ പകുതി പിന്നിടുന്ന ഈ ഘട്ടത്തിൽ അതിൻ്റെ തുടക്കത്തിലുള്ള ആവേശം ഒട്ടും ചോർന്നു പോകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസത്തെ ആ രൂപത്തിൽ തന്നെ കണ്ട് ആ രൂപത്തിൽ തന്നെ അതിനെ മനസ്സിലാക്കി അതിൻ്റെ ഓരോ നിമിഷവും പാഴാക്കി കളയാതെ അള്ളാഹുവിൻ്റെ ഇബാദത്തുകളിൽ ഏർപ്പെട്ട് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 6 അധ്യായങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്മാരുടെ പേരാണ് അതിന് നൽകിയിട്ടുള്ളത്. ഒന്ന് മുഹമ്മദാണ്, മറ്റൊന്ന് യൂനുസാണ്, ഹൂദ്, യൂസുഫ്, നൂഹ്, ഇബ്രാഹിം. ഈ 6 അധ്യായങ്ങൾ പ്രവാചകന്മാരുടെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 3 സൂറത്തുകൾ അവന്റെ വലിയകളുടെ പേരാണ് കൊടുത്തത്. ഒന്ന് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം, അതേപോലെ ഒരു കുടുംബം ആലു ഇമ്രാൻ കുടുംബം, മറ്റൊന്ന് മഹദിയായ മറിയം അലൈഹിസ്സലാമയുടെ പേരിലുള്ള സൂറത്ത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ പറയപ്പെട്ട 9 സൂറത്തുകളും ഏതൊരു പ്രവാചകന്റെ പേരിലാണോ അവതരിക്കപ്പെട്ടത്, അതല്ലെങ്കിൽ ഏതൊരു വലിയന്റെ പേരിലാണോ അവതരിക്കപ്പെട്ടത്, അവരെ കുറിച്ച് മാത്രമല്ല ആ അധ്യായങ്ങളിൽ ഒന്നും പറയപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ ഉദാഹരണമായി സൂറത്തുൽ ഹൂദ് പരിശോധിച്ചാൽ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം അതിലുണ്ടെങ്കിൽ പോലും അവരുടെ ചരിത്രം മാത്രമല്ല ആ സൂറത്തിൽ ഉള്ളത്. എന്നാൽ സൂറത്തുൽ യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം മാത്രമാണ് വിശദീകരിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള സൂറത്തുകൾ പോലെയല്ല. അത് സൂറത്ത് യൂസുഫിന്റെ ഒരു പ്രത്യേകതയാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് അതിൽ മുഴുവനുമുള്ളത്. ആ ഒരു ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ആ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ. ഏറ്റവും നല്ല ഒരു കഥ ഇതാ നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു തരാൻ പോവുകയാണ് എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ അതിലെ ഒന്നാമത്തെ പാഠമായി ജനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ എന്നാണ്.
പിശാച് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ പാഠമായി അദ്ദേഹത്തിന്റെ ചരിത്രം തുടങ്ങുമ്പോൾ പിശാച് മനുഷ്യന്റെ ശത്രുവാണ് എന്ന ഒന്നാമത്തെ പാഠമാണ് ഈ ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഈ ഒരു വിഷയം മറ്റു സൂറത്തുകളിലും ആയത്തുകളിലും ഒക്കെ അല്ലാഹു ഒരുപാട് തവണ പറഞ്ഞതാണ്. അവൻ നിങ്ങളുടെ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, പിശാച് വ്യക്തമായ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ, പിശാച് നിങ്ങളുടെ ശത്രു ആയതുകൊണ്ട് ശത്രു എന്നുള്ള നിലക്ക് തന്നെ നിങ്ങൾ പിശാചിനെ സ്വീകരിക്കണം, അവനെ ശത്രുവായി തന്നെ കാണണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറയുമ്പോൾ വഖുൽനാ യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, ആദമിനോട് നാം പറഞ്ഞു നീയും നിന്റെ ഭാര്യയും ഇണയും ഈ സ്വർഗ്ഗത്തിൽ തന്നെ നിൽക്കണം, അവിടെ തന്നെ നിങ്ങൾ താമസിച്ചു കൊള്ളുക. ഈ സ്വർഗ്ഗലോകത്തുള്ള എല്ലാ പഴങ്ങളും നിങ്ങൾക്ക് കടിക്കാവുന്നതാണ് ഇഷ്ടമുള്ളതുപോലെ, പക്ഷേ വലാ തഖ്റബാ ഹാദിഹി ശജറ, ഈ മരത്തിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല, അതിന്റെ കായ്ക്കനികൾ തിന്നരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കുകയാണ്. അത് തിന്നു കഴിഞ്ഞാൽ ഫതകൂനാ മിനൽ ളാലിമീൻ, നിങ്ങൾ അക്രമകാരിയായി മാറും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. എന്നാൽ പിശാച് വന്ന് അവരിൽ ഇടപെട്ടു. പിശാച് വന്നു അവരിലേക്ക് രണ്ടുപേരിലേക്കും പിശാച് വന്ന് വസ്വാസ് ഉണ്ടാക്കി. പിശാച് അവരിൽ വന്ന് വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു, എന്തിനാണ് നിങ്ങളുടെ റബ്ബ് ഈ മരത്തിലേക്ക് അതല്ലെങ്കിൽ ഈ പഴം കടിക്കരുത് എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങളെങ്ങാനും ആ പഴം കഴിച്ചാൽ ഇല്ലാ അൻ തകൂനാ മലക്കൈനി, നിങ്ങൾ രണ്ടുപേരും മലക്കുകളായി മാറും. ഔ തകൂനാ മിനൽ ഖാലിദീൻ, അതല്ലെങ്കിൽ ഈ സുഖലോലുപതയുടെ സ്വർഗ്ഗത്തിൽ നിങ്ങൾ ശാശ്വതരായി തീരും എന്നുള്ളത് കൊണ്ടാണ്. ഇതാണ് പിശാച് അവർക്ക് ദുർബോധനം നടത്തിയത്. നിങ്ങൾ ആ പഴം കഴിച്ചാൽ ഒന്നുകിൽ മലക്കായി മാറും, അപ്പൊ അവർക്ക് വലിയ ആഗ്രഹം തോന്നി, അതല്ലെങ്കിൽ ഈ സുഖലോലുപതയുടെ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് എന്നും കടക്കാം. എന്നിട്ട് അവൻ പറഞ്ഞു വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, ഞാൻ സത്യം ചെയ്ത് പറയട്ടെ, ഞാൻ നിങ്ങളോട് ഏറെ ഗുണകാംക്ഷയുള്ളവനാണ്. പിശാചിന്റെ ദുർമന്ത്രം അങ്ങനെ ആളങ്ങനെ തെറ്റിലേക്ക് തള്ളിയിടുന്നത് വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾ പിശാച് അവരെ പഴിപ്പിച്ചു. അങ്ങനെ ആ സ്വർഗ്ഗത്തിൽ നിന്ന് അവരെ പുറത്താക്കി എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് ഈ ചരിത്രമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദിപിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞിട്ട് മനുഷ്യരോടായി പറയാണ്, മനുഷ്യന്മാരെ ചിന്തിച്ചുകൊള്ളുക, ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, പിശാച് നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ, കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളായ ഹവ്വാ റളിയല്ലാഹു അൻഹയെയും മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ ഫിത്നയിലാക്കിക്കൊണ്ട് പിശാച് നിങ്ങളെ പഴിപ്പിക്കാതിരിക്കട്ടെ, നിങ്ങളെ പരീക്ഷണത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മലക്കുകളോട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ആ സംഭവമൊക്കെ നമുക്കറിയാം. പിശാച് അതിൽ നിന്ന് ഇബ്ലീസ് മാറി നിന്നു. ആ സമയത്ത് അള്ളാഹുവിനോട് പിശാച് ചെയ്തിട്ടുള്ള ഇബ്ലീസ് ചെയ്തിട്ടുള്ള ഒരു കരാറുണ്ട്. എന്താണ് ഒന്നാമത്തെ കരാർ? ഖാല ഫബിമാ അഗ്വൈതനി ലഅഖൂദന്ന ലഹും സിറാതകൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അല്ലാഹുവേ, അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരെയും ഞാൻ പിഴപ്പിക്കുന്നതാണ്.
നിന്റെ നേരായ മാർഗത്തിന്റെ മുമ്പിൽ ഞാൻ ഇരുന്നു കൊണ്ടതാ അവരെ പിഴപ്പിക്കുന്നതാണ്. അവരുടെ മുൻഭാഗത്തിലൂടെ ഞാൻ കടന്നു വരുന്നതാണ്. അവരുടെ പിൻഭാഗത്തിലൂടെയും ഞാൻ കടന്നു വരുന്നതാണ്. അവരുടെ വലതുഭാഗത്തുകൂടെ നാം കടന്നു വരും. അവരുടെ ഇടതുഭാഗത്തുകൂടെയും നാം കടന്നു വരുന്നതാണ്. എന്നിട്ട് ജനങ്ങളെ മുഴുവൻ ഞാൻ വഴിപിഴപ്പിക്കുന്നതാണ്. ജനങ്ങളിൽ അധിക പേരെയും അള്ളാഹ് നിനക്ക് നന്ദിയുള്ളവരായി കണ്ടെത്താൻ കഴിയൂല എന്ന് പറഞ്ഞിട്ടാണ് പിശാച് അള്ളാഹിനോട് ഒരു കരാറ് ഏറ്റെടുത്ത് വന്നതാണ്. അപ്പൊ മനുഷ്യനെ പഠിപ്പിക്കാനാണ് ഏറ്റവും ലക്ഷ്യം. ഈ ദുനിയാവിലത്തെ എല്ലാം ഇങ്ങനെ അലങ്കാരമായി തോന്നിപ്പിക്കും. ഈ ഭൗതികമായ പളപളപ്പ് വലിയ സൗന്ദര്യമായി കണ്ടതിന്റെ പിന്നാലെ കൂടാൻ പിശാച് മനുഷ്യനെ പ്രേരിപ്പിക്കും, അങ്ങനെ വഴി പിഴപ്പിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കരാറും പറഞ്ഞിട്ടാണ് പിശാച് ഇറങ്ങി വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി നമുക്ക് വിശദീകരിച്ച് തന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, പിശാച് ഏത് സമയവും മനുഷ്യനെ വസ്വാസിലാക്കാൻ ശ്രമിക്കും. എങ്ങനെയാണ് അവൻ വസ്വാസ് ഉണ്ടാക്കുക? പല രൂപത്തിലാണ് മനുഷ്യൻ പഴപ്പിക്കുക. അതിന്റെ അവസാനം, ഞാൻ എന്റെ ക്ലാസിന്റെ അവസാന ഭാഗം പിഴപ്പിക്കുന്നതിന്റെ 6 രൂപങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. എന്നാൽ അതല്ലാത്ത രൂപം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരാൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ പിശാച് അവരിലേക്ക് വരും എന്നാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഇൽതിഫാതി ഫി സ്വലാഹ്. നമസ്കാരത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമല്ലോ, തിരിഞ്ഞു നോക്കുന്നതിനെ കുറിച്ച് ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹുവ ഇഖ്തിലാസുൻ യഖ്തലിസുഹു ശൈത്താനു മിൻ സ്വലാത്തിൽ അബ്ദ്. ഒരു അടിമ നിസ്കരിക്കുമ്പോൾ പിശാചിന്റെ തട്ടിയെടുക്കലാണ് അത്. നമുക്ക് നിസ്കരിക്കുമ്പോൾ വേറൊരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ തോന്നുന്നുണ്ടോ എങ്കിൽ അത് പിശാചിന്റെ ഒരു പ്രേരണയാണ്. പിശാച് അവൻ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിസ്കാരവും ഖുർആൻ പാരായണമൊന്നും വിചാരിച്ചതുപോലെ ആകുന്നില്ല, പിശാച് അത് കുഴപ്പത്തിലാക്കുകയാണ് നബിയെ എന്നും പറഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പരാതി പറയാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക ശൈത്താനുൻ യുഖാലു ലഹു ഖിൻസബ് എന്ന് പറഞ്ഞാൽ നിസ്കാരം പഴപ്പിക്കാൻ വേണ്ടി പ്രത്യേക സ്പെഷ്യൽ ഡ്യൂട്ടി ഉള്ള പിശാച് പോലും ഉണ്ട്. ഖിൻസബ് എന്ന് പേരുള്ള ഒരു പിശാച് നിസ്കരിക്കാൻ വരുമ്പോൾ വസ്വാസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളിലേക്ക് വരും. അവൻ നിസ്കാരത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ഡ്യൂട്ടിയുള്ള ആളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ നമസ്കാരം നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടുന്നില്ല, എന്തെങ്കിലും വസ്വാസാവുകയാണ് എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫൈദാ അഹ്സസ്തഹു. നിങ്ങൾക്ക് അങ്ങനെ വല്ല പിശാചിന്റെ ഒരു ദുർമന്ത്രം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ നിസ്കാരത്തിൽ അനുഭവപ്പെട്ടാൽ ഫതഅവ്വദ് ബില്ലാഹി മിൻഹു. നിങ്ങൾ പിശാചിൽ നിന്നും അല്ലാഹുവിനോട് ശരണം തേടണം. വദ്ഫിൽ അലാ യസാരിക സലാസ. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. 3 പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ ഇടതു ഭാഗത്തേക്കൊന്ന് പാറ്റി തുപ്പണം. അപ്പുറത്ത് നിൽക്കുന്ന ആളെ ശരീരത്തിലാവുന്ന കോലത്തിലല്ല, ചെറുതായിട്ടൊന്ന് പാറ്റി തുപ്പാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് ശൈത്താന്റെ ശല്യം ഒഴിവാകാൻ കാരണമാകും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന്, പിശാച് വസ്വാസാക്കുക എങ്ങനെയാണ്? പിശാചിന് ഇഷ്ടം മുഅ്മിനീങ്ങളുടെ കോലം വികൃതമാകുന്നതും അവരുടെ ശരീരം വികൃതമാകുന്നതും അതുപോലെ അവർ മടിയന്മാരായി അലസന്മാരായി മാറുന്നത് പിശാചിന് വലിയ ഇഷ്ടമാണ്. മുഅ്മിനീങ്ങളെ എങ്ങനെയെങ്കിലും മടിയന്മാരാക്കണം. ഇത് പിശാചിന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇത്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തസാഅബ അഹദുകും. നിങ്ങൾ ആരെങ്കിലും കോട്ടുവായിടുന്നുവെങ്കിൽ പരമാവധി അവന്റെ കൈ വെച്ചുകൊണ്ട്, വേറെ ഹദീസിൽ കാണാം, കഴിയുന്ന വിധത്തിൽ അവൻ കൈ വെച്ചുകൊണ്ട് പിടിച്ചു വെക്കട്ടെ. കോട്ടുവായിടുന്ന സമയത്ത് പിടിച്ചു വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. കാരണം എന്താണ്? ഫഇന്ന ശൈത്താന യദ്ഖുലു. കോട്ടുവായിടുമ്പോൾ ശൈത്താൻ അതിലൂടെ നമ്മളിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും. ഈ ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയണം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി
ഷാഫി മദ്ഹബിലെ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന പ്രഗൽഭനായ പണ്ഡിതനാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഖാലൽ ഉലമാഉ, പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, അമറ ബികദ്മി തസാഉബി, കോട്ടുവായിടുമ്പോ പരമാവധി പിടിച്ചു വെക്കണം, വറദ്ദിഹി വവദ്ഇൽ യദി അലൽ ഫം, അവൻ കൈ വെച്ചുകൊണ്ട് അവന്റെ വായുടെ അടുത്തേക്ക് കൈ വെച്ച് അവൻ പിടിച്ചു വെക്കട്ടെ. എന്തിനാണത്? ലിഅല്ലാ യബ്ലുഗ ശൈത്താനു മുറാദഹു, ഒരു ആള് കോട്ടുവായിടുമ്പോ ശൈത്താൻ അതിന്റെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളും ഉണ്ട്. അത് നിറവേറാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പരമാവധി കോട്ടുക പിടിച്ചു വെക്കണം. മിൻ തശ്വീഹി സൂറത്തിഹി, ഓന്റെ ഒന്നാമത്തെ ലക്ഷ്യം അതാണ്. മുഅ്മിനിന്റെ മുഖം ഇങ്ങനെ വികൃതമാവണം, അല്ലെ? വേറെ ഹദീസിൽ കാണാം, കോട്ടുവായിടുമ്പോ മുഅ്മിൻ എന്ന് പറഞ്ഞ് ഉറക്കണ്ട് ഇട്ട് കഴിഞ്ഞാൽ ലഹിക ശൈത്താൻ, ശൈത്താൻ ചിരിക്കുമെന്നാണ്. കാരണം മിൻ തശ്വീഹി സൂറത്തിഹി, ഒരു മുഅ്മിനിന്റെ മുഖത്തിന്റെ മുഖം ഇങ്ങനെ വികൃതമാവാണ്, അവന്റെ യഥാർത്ഥ രൂപം ഇങ്ങനെ മാറിപ്പോവാണ്, അല്ലെ? അത് കണ്ട് ശൈത്താൻ ചിരിക്കും. അപ്പൊ ഒരു ശൈത്താൻ വന്ന് കോട്ടുവായിടുമ്പോ കോട്ടുവ അത് ശൈത്താനിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് കോട്ടുവ നിങ്ങൾക്ക് ഇടാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി പിടിച്ചു വെക്കണം. കാരണം കോട്ടുവായിടുമ്പോ നിങ്ങളുടെ മുഖം വികൃതമാവുകയാണ്. അവന്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? അവന്റെ വായിലേക്ക് അങ്ങ് പ്രവേശിക്കുക എന്നതാണ്. അവന്റെ മുഖം വികൃതമാകുന്നതിലൂടെ ശൈത്താൻ ചിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ അവനിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പിടിച്ചു വെച്ചോ. അല്ലാഹു അലം. ഇതാണ് പണ്ഡിതന്മാര് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്, ശൈത്താൻ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഒരു മേഖല ദമ്പതികളെ പരസ്പരം പിണക്കാനാണ്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കുക. ഇത് ശൈത്താൻ പ്രധാനമായി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. ഒരു ഭാര്യക്കും ഭർത്താവിന്റെയും ഇടയിൽ വസ്വാസ് ഉണ്ടാക്കുക, സംശയ രോഗമുണ്ടാക്കുക എന്നത് പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. നോക്കൂ നിങ്ങൾ, ഓരോ ദിവസവും സമുദ്ര മധ്യത്തിൽ വെച്ച് ചേരുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്. പിശാചുകളെല്ലാരും എല്ലാ ദിവസവും സമുദ്രത്തിന്റെ മധ്യത്തിൽ വെച്ച് ഒരു മീറ്റിംഗ് ചേരും. അപ്പൊ മനുഷ്യരെ വഴി തെറ്റിച്ച പിശാചുകളെ അവിടെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇത് എല്ലാ ദിവസവും നടത്തുന്നുണ്ട്. സമുദ്രത്തിന്റെ മധ്യത്തിൽ എല്ലാ ദിവസവും ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അതിൽ ആരാണ് പയപ്പിച്ചത്? നേതാവ് ചോദിക്കും പിശാചിന്റെ. ഓരോ കുട്ടി പിശാചിനോട് ചോദിക്കും, ഇതെന്താ ചെയ്തതെന്ന്, ഇതെന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്. അതിൽ ഏറ്റവും ആദരവ് നൽകുന്ന പിശാചാരാന്നറിയോ? ദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പിശാചായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ ദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പിണക്കുക, സംശയ രോഗമുണ്ടാക്കുക എന്നത് പിശാചിന്റെ ഏറ്റവും വലിയ വസ്വാസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിശാചിന്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് വിശ്വാസികളെ വിഷമിപ്പിക്കുക എന്നത് അവന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നമൻ നജ്വാ മിനശ് ശൈത്താൻ ലിയഹ്സുനല്ലദീന ആമനൂ വലൈസ ബിളാരിഹിം ശൈആ ഇല്ലാ ബിഇദ്നില്ലാഹ്. ശൈത്താനിൽ നിന്നുള്ള ഒരു രഹസ്യ സംസാരം എന്തിനാണ്? മുഅ്മിനീങ്ങളായ ആളുകളെ സങ്കടപ്പെടുത്താൻ. ലിയഹ്സുനല്ലദീന ആമനൂ, വിശ്വാസികളെ സങ്കടപ്പെടുത്തുക എന്നത് പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അപ്പോ മുഅ്മിനീങ്ങൾ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കണം, അവരിങ്ങനെ എപ്പോഴും സങ്കടമാകണം എന്നത് പിശാച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അലസന്മാരായി മാറരുത്. അത് പിശാചിന്റെ ഒരു ദുർപ്രേരണയാണ്, നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ വിഷമിച്ചാൽ അതിന്റെ പേര് സന്തോഷിക്കുന്നത് പിശാചാണ്. അതുകൊണ്ട് നമ്മൾക്ക് വിഷമുണ്ടാവാൻ പാടില്ല. എന്ത് ദുരിതവും പ്രയാസവും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ജീവിതത്തിൽ അടുക്കടി ഉണ്ടായാലും അല്ലാഹ് എനിക്കതൊരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഒരു മുഅ്മിന് കിട്ടുന്ന സമാധാനം എത്രയാണ്. അപ്പൊ നമ്മൾ സങ്കടപ്പെടാൻ പാടില്ല, നിരാശ ഉണ്ടാവാൻ പാടില്ല. ഇത് അള്ളാന്റെ തീരുമാനമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയത്. അതിന്റെ പേരിൽ നിരാശരായി കഴിഞ്ഞാൽ, സങ്കടപ്പെട്ടാൽ പിശാച് ചിരിക്കും, അവൻ സന്തോഷിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്നും പിശാച് കടന്നു വരുന്നുണ്ട്. നമ്മുടെ തലയുടെ ഭാഗത്ത് അവൻ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഖിദു ശൈത്താനു അലാ ഖാഫിയതി റഅസി അഹദികും ഇദാ ഹുവ നാമ സലാസു ഖദിൻ
ഒരാളങ്ങ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിശാച് അതാ അവന്റെ തലയിൽ 3 കെട്ട് കെട്ടുന്നതാണ്. 3 കെട്ട് പിശാച് നമ്മുടെ തലയുടെ ഭാഗത്ത് കെട്ടുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്. അതിൽ ഒന്നാമത്തെ കെട്ട് ഇദാ ഹുവ നാമ സലാസ ഉഖദിൻ യദ്രിബു കുല്ല ഉഖദത്തിൻ അലൈക ലൈലുൻ തവീൽ. അവൻ പറയും, ഇനി കുറേ സമയം കേട്ടോ, നീ ഉറങ്ങിക്കോ, നന്നായി ദീർഘമായി ഉറങ്ങിക്കോ എന്ന് പറയും. ഫർഖുദ് ഫഇൻ ഇസ്തൈഖള ഫദക്കറല്ലാഹ്. അവൻ രാവിലെ അങ്ങ് ഉണർന്നു കഴിഞ്ഞിട്ട് അല്ലാഹുവിനെ അവനങ്ങ് ഓർത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്റങ്ങ് ചൊല്ലിയാൽ ഇൻ ഹല്ലതു ഖദാദിൽ ഒരു കെട്ടഴിയുന്നതാണ്. ഫഇൻ തവല്ലാ, നിസ്കരിക്കാൻ വേണ്ടി വുളൂ എടുത്താലോ ഇൻ ഹല്ലതു ഖദതൻ മറ്റേ കെട്ടും അഴിയുന്നതാണ്. ഫഇൻ സല്ലാ, ഇനി സുബഹി അങ്ങ് നിസ്കരിച്ചു കഴിഞ്ഞാലോ ഇൻ ഹല്ലതു ഖദതൻ മൂന്നാമത്തെ കെട്ടും അഴിയുന്നതാണ്. അങ്ങനെ ഫഅസ്ബഹ നശീതൻ ത്വയ്യിബൻ നഫ്സി, നല്ല ഒരു മനസ്സിന്റെ ഹൃദയത്തിന്റെ ഉടമയായി, നല്ല ഉന്മേഷവാനായി, മടിയില്ലാതെ കസലാനല്ലാതെ അലസതയില്ലാതെ അവൻ അന്ന് ഉഷാറായിട്ടുണ്ടാവുന്നതാണ്. അപ്പൊ സുബഹി നിസ്കരിച്ച് അള്ളാഹിനെ ദിക്റൊക്കെ ചൊല്ലിയിട്ടാണ് രാവിലെ ഒരാള് തുടങ്ങുന്നതെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ഒരു ഉഷാറുണ്ടാവും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. വ ഇല്ലാ അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ. നീ സുബഹി നിസ്കരിച്ചില്ല, രാവിലെ എണീക്കും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലിയതാണെങ്കിലോ അവൻ വളരെ മോശപ്പെട്ട മനസ്സിന്റെ ഉടമയായി, മടിയനായി കൊണ്ടായിരിക്കും അവൻ എഴുന്നേൽക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പിശാചിന്റെ വസ്വാസിനെ നമ്മൾ നന്നായി തിരിച്ചറിയേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ പിശാചിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മാർഗങ്ങൾ, രക്ഷാമാർഗങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ നമ്മൾ ഏത് സമയം ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ പിശാച് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖ്ബറകളാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ ഹദീസിൽ നിന്ന് 2 കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഒരു കാര്യം എന്താണ്? മഖ്ബറകളുടെ അരികിൽ പോയി ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്നല്ലേ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ടല്ലേ വീടുകളെ നിങ്ങൾ മഖ്ബറകളായി സ്വീകരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്. രണ്ടാമത്തത്, ഏത് സമയവും വീട്ടിൽ ഓതുന്നവനായിരിക്കും നമ്മൾ. വീട്ടിലെ ഉടമസ്ഥയോഗട്ടെ, കുടുംബനാഥനോകട്ടെ, ഉമ്മയോഗട്ടെ, ഉപ്പയോഗട്ടെ, വീട്ടിലുള്ള മക്കളും മരുമക്കളും ഓതിയാൽ പിശാചിന്റെ ശല്യം ഉണ്ടാവൂല. ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ആരെങ്കിലും പാരായണം ചെയ്താൽ ആ വീട്ടിൽ നിന്ന് പിശാച് പേടിച്ചോടുന്നതാണ്. യൻഫിറു എന്ന് പറഞ്ഞാൽ പേടിച്ചോടുന്ന പറയാം. അപ്പൊ ഇത് ഓതി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ശല്യം ഉണ്ടാവൂല. പലപ്പോഴും നമ്മളൊക്കെ ഇത് കുറെ കേട്ട ഹദീസായിരിക്കും, പക്ഷെ ജീവിതത്തിൽ എത്രത്തോളം അത് പ്രയോഗവൽക്കരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. വീടുകളിൽ ഖുർആൻ പാരായണം നന്നായി നടക്കട്ടെ, പ്രത്യേകിച്ചും റമദാനിന്റെ ഈ ദിവസങ്ങളിൽ. മറ്റൊന്ന്, പിശാചിൽ നിന്ന് ഏത് സമയവും രക്ഷ ലഭിക്കണോ അള്ളാഹുവിനോട് ശരണം തേടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആവശ്യപ്പെടുന്നു. വ ഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഈദ് ബില്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇന്നഹു സമീഉൻ അലീം, അവൻ എല്ലാം കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. വ ഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാൻ, പിശാചിൽ നിന്നു വല്ല ദുഷ്പ്രേരണയും നിങ്ങൾക്കുണ്ടായാൽ എന്ന് പറഞ്ഞാൽ വസ്വാസുണ്ടായാൽ ഫസ്തഈദ് ബില്ലാഹ്, അല്ലാഹുവോട് നിങ്ങൾ ശരണം തേടണേ. മറ്റൊരായത്തിൽ കാണാം, വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. വഖുൽ, നബിയെ നീ പറയുക, നബിയെ താങ്കൾ പറയണം, റബ്ബി അഊദു ബിക, അല്ലാഹ് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു, മിൻ ഹമസാത്തി ശയാത്തീൻ, ശൈത്താന്റെ ദുർമന്ത്രണത്തിൽ നിന്ന്, വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, പിശാചിൽ ഹാദിറാകുന്നതിൽ നിന്ന് അല്ലാഹ് ഞാൻ നിന്നോട് ശരണം തേടുന്നു. ഇത് ഏത് സമയവും നമ്മൾ ഇങ്ങനെ പറയണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയണം.
അതുപോലെ രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്ർ വളരെ പ്രധാനപ്പെട്ടതാണ്. പിശാചിൽ നിന്നുള്ള സുരക്ഷയാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 100 തവണ ചൊല്ലിയാൽ, 100 തവണ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് രാവിലെ സുബഹി കഴിഞ്ഞ ഒരാൾ 100 തവണ ചൊല്ലി നോക്കുക. ഏറിയാൽ ഒരു 10 മിനിറ്റ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് അത്രയൊക്കെ വരുള്ളൂ. ആ സമയം കൊണ്ട് ഒരാൾ 100 തവണ ഇത് ചൊല്ലിയാൽ അവന് 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം, 100 നന്മ രേഖപ്പെടുത്തും. മാത്രമല്ല 100 തിന്മകൾ മായ്ച്ചു കളയും. മാത്രവുമല്ല അവന് വൈകുന്നേരം വരെ പിശാചിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടായിരിക്കും. ആരെങ്കിലും വൈകുന്നേരം ഇത് 100 തവണ ചൊല്ലിയാലോ പിറ്റേ ദിവസം രാവിലെ വരെ പിശാചിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുക. അതേപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലാൻ പഠിപ്പിച്ച ദിക്ർ, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാരെങ്കിലും ഈ പ്രാർത്ഥന ആരെങ്കിലും ചൊല്ലിയിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എങ്കിൽ പിശാചിന് വഴി തെറ്റിക്കാൻ കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുപോലെ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ അഊദു ബില്ലാഹിൽ അദീം വബിവജിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്താനിർ റജീം. ഈ പ്രാർത്ഥന ആരെങ്കിലും ചൊല്ലിയാൽ പിശാച് പറയും, ഹുഫിള മിന്നി സായിറൽ യൗം, ഇന്നേ ദിവസം മുഴുവൻ എന്നിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ ചൊല്ലിയാൽ പിശാചിന്റെ വസ്വാസിൽ നിന്ന് ഇല്ലാതാകാൻ, അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കും എന്നാണ്. നമുക്ക് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഒരു ഹദീസിൽ കാണാം, സന്ധ്യാസമയങ്ങളിൽ കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ കാന ജുൻഹുൽ ലൈൽ, രാത്രിയുടെ ചിറക് വിരിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ രാത്രി ആയി തുടങ്ങിയാൽ, ഔ അംസൈതും, അതല്ലെങ്കിൽ സന്ധ്യാസമയമായി കഴിഞ്ഞാൽ, ഫകുഫു സുബിയാനകും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല, നിങ്ങൾ പിടിച്ചു വെക്കണം. എന്താ കാരണം പറഞ്ഞത്? ആ സമയത്ത് പിശാച് വിഹരിക്കുന്ന സമയമാണ്. രാത്രിയുടെ ആ സമയമായി കഴിഞ്ഞു പോയാൽ, ആ മഗ്‌രിബിന്റെ ആ സമയം ഉണ്ടല്ലോ, ആ ബാങ്ക് കൊടുക്കണ സമയം, ആ സമയം കഴിഞ്ഞു പോയാൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, കുട്ടികളെ പുറത്തിറക്കിക്കോളൂ, അല്ലെങ്കിൽ വിട്ടോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ വീട്ടിൽ പിശാചിന്റെ ശല്യം ഇല്ലാതിരിക്കാൻ അള്ളാന്റെ പേര് പറഞ്ഞ് ബിസ്മില്ലാ എന്ന് പറഞ്ഞു വാതിലടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എങ്കിൽ അള്ളാന്റെ പേര് പറഞ്ഞുകൊണ്ട് അടച്ച വാതിലുകൾക്കിടയിലൂടെ പിശാചിന് പ്രവേശിക്കാൻ കഴിയൂല, പിശാച് അതിലൂടെ കടന്നു വരൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വഅൗഖു ഖറബകും വദ്കുറുസ്മല്ലാഹ് വഖമ്മിറു ആനിയതകും വദ്കുറുസ്മല്ലാഹ് വലൗ അൻ തഅറദു അലയ്യാ ശൈഅൻ വഅത്ഫിഉ മസാബിഹകും. പാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കണം, കുട്ടികളെ പുറത്തു വിടാതെ നിങ്ങൾ തടഞ്ഞു വെക്കണം, വിളക്കുകൾ നിങ്ങൾ അണക്കണം, തുകൽ പാത്രങ്ങളുടെ വായ നിങ്ങൾ കെട്ടിവെക്കണം, പാത്രങ്ങളൊക്കെ അടച്ചു വെക്കണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പിശാചിന്റെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചെന്നാണ്. ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ? പാത്രം അടച്ചു വെക്കുമ്പോ ബിസ്മില്ല പറയണം, അതുപോലെ വാതിലടക്കുമ്പോ ബിസ്മില്ല പറയണം, തുകൽ പാത്രങ്ങളുടെ മുകൾ ഭാഗം കെട്ടിവെക്കണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ലാ തുർസിലൂ ഫവാശിയകും വസുബിയാനകും ഇദാ ഗാബത്തിശ് ശംസു. സൂര്യൻ അങ്ങ് അസ്തമിച്ച് രാവിന്റെ ആദ്യ സമയം കഴിയും വരെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളുടെ കളികളെയും വിട്ടുകളഞ്ഞേക്കരുത്. ആ സമയത്ത് കളിക്കാനും പാടില്ല. حتى تذهب فحمة العشاء فإن الشيطان تنبعث إذا غابت الشمس. കാരണം സൂര്യൻ അസ്തമിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ പിശാച് വല്ലാതെ വിഹരിക്കുന്ന സമയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റക്ക് നിൽക്കാതെ ഏത് സമയവും ഒറ്റക്ക് ഉണ്ടാകുന്ന സമയത്ത് പിശാചിന് വല്ലാത്ത ഒരു വസ്വാസം ഉണ്ടാവും, സ്വാധീനം ഉണ്ടാവുന്നതാണ്. നമ്മൾ ഒറ്റക്ക് നിൽക്കരുത്, ഏത് സമയവും കൂട്ടമായി നമ്മുടെ കൂട്ടുകാരോടൊപ്പം ഒക്കെ നിൽക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും നല്ല കൂട്ടുകാരോടൊപ്പം
നമ്മുടെ ആദർശ ബന്ധുക്കളോടൊപ്പം പള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കുക, അവിടെ ആളുകളുമായൊക്കെ ചർച്ച ചെയ്തിരിക്കാൻ. അതാണ് ഏറ്റവും ഖൈർ. പിശാചിന്റെ ശല്യമില്ലാതിരിക്കാൻ, വസ്വാസിലാകാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മേഖലയാണ്, ഒരു കാര്യമാണ് ഫഅലൈക്കും ബിൽ ജമാഅ. എപ്പോഴും ജമാഅത്തിന്റെ ഒപ്പമായി കൂട്ടം കൂടി നിൽക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഫഇന്നമാ യഖുലു ദിബ്ബു വൽ ഖാസിയ, എപ്പോഴും ചെന്നായി തിന്നുന്നത് ഒറ്റപ്പെട്ട ആടിനെയാണ് എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് നിൽക്കുന്ന ഒരാളെ കണ്ടാൽ പിശാച് അവനിൽ ഇടപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജമാഅത്തായി നിങ്ങൾ നിൽക്കുക, കൂട്ടം കൂട്ടമായി എപ്പോഴും കൂട്ടത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ പിശാച് വസ്വാസാക്കുന്ന വേറൊരു രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ 2 കർമ്മങ്ങൾ ചെയ്യാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചിട്ടുണ്ട്. ആ ഹദീസ് ഞാൻ പറയട്ടെ, നോക്കൂ നിങ്ങൾ. അബ്ദുല്ലാഹി ഇബ്നു അംർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖല്ലതാനി, 2 കാര്യങ്ങൾ, ലാ യഹ്സീഹിമാ റജുലുൻ മുസ്ലിമുൻ ഇല്ലാ ദഖലൽ ജന്ന, ആരെങ്കിലും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അലാ വഹുമാ യസീർ, നിങ്ങൾ അറിയണേ അത് വളരെ വലിയ കാര്യമൊന്നുമല്ല, വളരെ നിസ്സാരമായ കാര്യമാണ്. വമൻ യഅമലു ബിഹിമാ ഖലീൽ, പക്ഷെ അത് ചെയ്യുന്ന ആളുകൾ വളരെ വിരളമാണ്. കുറച്ച് ആളുകൾ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. ഏതാ കാര്യമെന്നറിയോ? യുസബ്ബിഹുല്ലാഹ ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ 10, എല്ലാ നമസ്കാരം കഴിഞ്ഞാലും 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറയലാണ്. വയഹ്മദുഹു 10, 10 പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്ന് പറയാം. വയുകബ്ബിറുഹു 10, 10 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയാം. ഇതിങ്ങനെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ ഇങ്ങനെ എണ്ണം പിടിക്കുന്നു ഞാൻ കണ്ടു എന്ന് സഹാബി പറയാൻ. ഇങ്ങനെ ഓരോ നമസ്കാര ശേഷവും 5 വക്തിന് ശേഷവും ഇതിങ്ങനെ 10 ചെല്ലുമ്പോ 30 × 5 സമം 150 പ്രാവശ്യം. ഫതിൽക 50 വമിആ ബില്ലിസാൻ, നാവിൽ അത് 150 പ്രാവശ്യമാണ് അല്ലേ? ഓരോ നിസ്കാരം കഴിഞ്ഞതൊക്കെ 30 അങ്ങനെ 150 പ്രാവശ്യമാണ് നാവിലെങ്കിൽ പോലും. വഅൽഫുൻ വഖംസുമിആ ഫിൽ മീസാൻ, നാളെ ഖിയാമത്ത് നാളിൽ മീസാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1500 ആയി അത് രേഖപ്പെടുത്തുന്നതാണ്. ചെല്ലുമ്പോൾ 150 പ്രാവശ്യമുണ്ടെങ്കിൽ പോലും അള്ളാഹുവിന്റെ അടുക്ക് മീസാനിൽ അത് 1500 നന്മയായി അള്ളാഹു രേഖപ്പെടുത്തും. ഇതാണ് ഒരു കാര്യം. വളരെ കുറച്ച് ആൾക്കാർ ചെല്ലുന്ന കാര്യം എന്ന് പറഞ്ഞില്ലേ, ഇതാണ്. നമ്മളൊക്കെ സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 33 ആ രൂപത്തിൽ ചെല്ലാറുണ്ട്. പക്ഷെ ഈ ഒരു സുന്നത്തും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. 10 പ്രാവശ്യം ചെല്ലുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ കാര്യം പറഞ്ഞു, വൈദാ ഖൽത മൽജഅക തുസബ്ബിഹുഹു, അതുപോലെ നീ രാത്രി കിടക്കാൻ പോവാൻ കിടക്കയിലേക്ക്, ആ സമയത്ത് നീ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ അങ്ങ് ചെല്ലിയാൽ ഫതിൽക മിആ ബില്ലിസാൻ, നാവിൽ അത് 100 പ്രാവശ്യം അല്ലെ? 33 34 100 പ്രാവശ്യമായി. എന്നാൽ അല്ലാഹു നാളെ മീസാനിൽ രേഖപ്പെടുത്തുന്നത് അത് 1000 വർദ്ധിപ്പിക്കും. അപ്പൊ നേരത്തെ 1500, ഈ 1000 പ്ലസ് 2500 കൂലി ഒരു ദിവസം നേടിയെടുക്കാം വളരെ എളുപ്പത്തിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ഫഅയ്യുകും യഅമലു ഫിൽ യൗമി വൽ ലൈല 2500 സയ്യിആ, ഒരു ദിവസം 2500 കുറ്റം ചെയ്യാൻ, തിന്മ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഫകൈഫ ലാ നുഹ്സീഹാ, എങ്ങനെയാണ് 2500 തെറ്റൊക്കെ ഒരു ദിവസം ഒരാൾക്ക് ചെയ്യാൻ പറ്റുക? ഒരിക്കലുമില്ല. അപ്പൊ സഹാബത്തിന്റെ അടുത്ത ചോദ്യം, അങ്ങനെയെങ്കിൽ നബിയെ ഇത് വളരെ എളുപ്പമല്ലേ, എന്തുകൊണ്ടാണ് അത് ചൊല്ലാൻ കഴിയാത്തത്? അവിടെയാണ് നമ്മളെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഅതി അഹദകും അശ്ശൈത്താൻ, ആ സമയത്ത് നിങ്ങൾ ഇത് ചൊല്ലാൻ വേണ്ടിയൊക്കെ ഉദ്ദേശിച്ച് ഇങ്ങനെ ഉഷാറായിട്ട് ഇരിക്കുമ്പോ ശൈത്താൻ നിങ്ങളിലേക്ക് ഇങ്ങനെ വരും. വഹുവ ഫീ സ്വലാത്തി, നമസ്കാരത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, നമസ്കാരം കഴിഞ്ഞാണല്ലോ ചൊല്ലേണ്ടത്, ആ സമയത്ത് ശൈത്താൻ വരും. ഫയഖൂൽ, എന്നിട്ട് ശൈത്താൻ പറയും, ഉദ്കുർ കദാ ഉദ്കുർ കദാ, ആലോചിച്ചോക്ക് മറ്റാലോചിച്ചോക്ക് എന്ന് പറഞ്ഞ് നമ്മളെ ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ കൊണ്ടുപോയി ഹത്താ യൻഫതില ഫയുദക്കിറ ഹാജത കദാ വകദാ ഫയഖൂമു വലാ യഖൂലുഹാ, അങ്ങനെ അതും ഇതൊക്കെ ആലോചിച്ച് പല ചിന്തകളും വന്ന് ഇത് പറയാതെ അവൻ എണീറ്റ് പോകും. നിസ്കാരത്തിൽ നിൽക്കുമ്പോഴും അവൻ പറയും, ഉദ്കുർ കദാ ഉദ്കുർ കദാ, അതാലോചിച്ചോക്ക് ഇതാലോചിച്ചോക്ക്. നിസ്കരിക്കുമ്പോൾ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവവും നമുക്ക് ഓർമ്മ ഉണ്ടാവും. അത് ശൈത്താന്റെ ഒരു പ്രേരണയാണ്, വസ്വാസാണ്. അങ്ങനെ എത്ര റക്അത്താണ് ഞാൻ നിസ്കരിച്ചത് എന്ന് പോലും ഓർമ്മ
ഓർമ്മയില്ലാത്ത അവസ്ഥ വരും. ഹത്താ യദില്ല റജുലു കം സല്ല, എത്ര നിസ്കരിച്ചു എന്ന് പോലും അവന് മനസ്സിലാവില്ല. അത്രക്കും ചിന്ത എവിടേക്ക് എത്തിയിട്ടുണ്ടാവും. അത് പിശാചിന്റെ വസ്വാസാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവൻ കിടക്കാൻ നിൽക്കുമ്പോഴുള്ള പ്രാർത്ഥന, അത് ചൊല്ലാൻ വേണ്ടി, ദിക്റൊക്കെ ചൊല്ലാൻ വേണ്ടി അവൻ ഇങ്ങനെ ഒരുങ്ങുമ്പോ അവിടേക്കും ശൈത്താൻ വരികയാണ്. ഇത് പറയാതെ ശൈത്താനാണ്ട് ഉറക്കിപ്പിക്കും നമ്മളെ എന്നാണ്. അങ്ങനെ നമ്മൾ ഇത് ചെല്ലാതെ പോകും. അതുകൊണ്ടാണ് ഇത് ചൊല്ലുന്ന ആളുകൾ വളരെ കുറച്ചാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വളരെ സിമ്പിളായി നേടിയെടുക്കാൻ കഴിയുന്ന വലിയ ഒരു പ്രതിഫലമാണ് പിശാചിന്റെ വസ്വാസ് കൊണ്ട് അതില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ആ നന്മ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. നോക്കൂ, നിങ്ങൾ ഈ നിസ്കാര ശേഷം ചൊല്ലാൻ പഠിപ്പിച്ചതായ ദിക്റുകൾ 4 രൂപത്തിലുണ്ട്. സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ഞാനിപ്പോ പറഞ്ഞ പോലെ തസ്ബീഹും തക്ബീറും തഹ്മീദും, അത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 10 പ്രാവശ്യം ചൊല്ലുക. ഇതൊരു പ്രത്യേകമായ സുന്നത്ത്. ഇത് ഏറ്റവും ചുരുങ്ങിയ രൂപമാണ്. നമുക്ക് എവിടേക്കും പോകാൻ തിരക്കുണ്ടെങ്കിൽ നമ്മൾ ഇത് പെട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. ഇതൊരു രൂപമായി പഠിപ്പിച്ചതാണ്, സുന്നത്താണ്, കൂലി കിട്ടും, സുന്നത്തിനെ ജീവിപ്പിച്ചതിന്റെ കൂലി. രണ്ടാമതൊരു നമ്മൾ സാധാരണ ചെല്ലുന്നത് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, 100 തേക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇങ്ങനെയും വന്നിട്ടുണ്ട് ഹദീസിൽ. മൂന്നാമതൊരു രൂപം എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, അതൊരു രൂപമാണ്. അതേപോലെ 4ാമത് രൂപമുണ്ട്. സുബ്ഹാനല്ലാഹ് 25, അൽഹംദുലില്ലാഹ് 25, അല്ലാഹു അക്ബർ 25, ലാ ഇലാഹ ഇല്ലല്ലാഹ് 25. ഈ രൂപത്തിലും ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറി മാറി ചൊല്ലിയാൽ ആ സുന്നത്തുകൾ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ് സഹോദരന്മാരെ. നോക്കൂ, നിങ്ങൾ പിശാച് പല രൂപത്തിലാണ് നമ്മളെ പഠിപ്പിക്കാൻ അവൻ ശ്രദ്ധിക്കുന്നത്. അവൻ ഉറക്ക സമയത്ത്, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ ശൈത്താൻ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഉറങ്ങാൻ കിടക്കുമ്പോ ശൈത്താൻ വരും. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവന്റെ ചില പ്രവർത്തനങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അർ-റുഅ്യാ അസ്-സാലിഹ മിനല്ലാഹ്, നല്ല സ്വപ്നം കണ്ടാൽ അത് അല്ലാഹുവിന്റെ അടുത്ത് നിന്നുള്ളതാണ്. വൽ ഹുലുമു മിനശ് ശൈത്താൻ, ചീത്ത സ്വപ്നങ്ങളാണെങ്കിലോ അത് പിശാചിന്റെ അടുത്ത് നിന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫൈദാ റഅ അഹദുകും മാ യുഹിബ്ബു ഫലാ യുഹദ്ദിസ് ബിഹി ഇല്ലാ മൻ യുഹിബ്ബു. നല്ല സ്വപ്നങ്ങളാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഫലാ യുഹദ്ദിസ് ബിഹി ഇല്ലാ മൻ യുഹിബ്ബു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ ഇഷ്ടമുള്ളവരോട് പറഞ്ഞാൽ മതി. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വല്ല കാര്യം നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട് നിങ്ങൾ പറഞ്ഞോളൂ. വൈദാ റഅ മാ യക്റഹു, ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, നിങ്ങൾക്ക് വെറുപ്പില്ല വല്ല കാര്യവും കണ്ടാലോ ഫല്യതഅവദ് ബില്ലാഹി മിൻ ശർരിഹാ വ മിൻ ശർരി ശൈത്താൻ, അപ്പോൾ പിശാചിന്റെ ശർറിൽ നിങ്ങൾ അല്ലാഹുവോട് ശരണം തേടണം. വൽയത്ഫിൽ സലാസ, 3 പ്രാവശ്യം നിങ്ങൾ നേരത്തെ നിസ്കാരത്തിന്റെ വിഷയം പറഞ്ഞ പോലെ പാറ്റി തുപ്പണം. ഒരാളോടും അത് നിങ്ങൾ പറയരുത്. മോശമായ സ്വപ്നം കണ്ടാൽ, നിങ്ങളെ പേടിപ്പിക്കുന്ന ഒരു സ്വപ്നം കണ്ടാൽ ഒരാളോടും നിങ്ങൾ പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാൻ കഴിയും. പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ദുസ്വപ്നങ്ങൾ ശൈത്താൻ കാണിക്കുന്നത്. ഒന്ന്, മുഅ്മിനെ സങ്കടപ്പെടുത്താൻ. ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ബേജാറുണ്ടല്ലോ, ഒരു സങ്കടം, അതിനു വേണ്ടിയാണ്. നമ്മളെ ഉറ്റവർ മരിച്ചതുപോലെ, മാതാപിതാക്കൾ മരിച്ചതുപോലെ, അപകടത്തിൽപ്പെടുന്നത് പോലെ, നമ്മുടെ ഭാര്യക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടാകുന്നത് പോലെ, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് അത് പരാജയപ്പെടുന്നത് പോലെ, നമ്മുടെ ബിസിനസ് ഒക്കെ തകരുന്നത് പോലെയൊക്കെ സ്വപ്നം കണ്ടാൽ അത് ശൈത്താന്റെ അടുത്ത് നിന്നാണ് മനസ്സിലാക്കണം എന്നാണ്. രണ്ടാമത് അവന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി, തഖ്വീഫിന് വേണ്ടിയാണ് അവൻ കാണിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇദാ ഹലമ അഹദുകും ഫലാ യുഹദ്ദിസ് ബിഹി അഹദ, മോശപ്പെട്ട സ്വപ്നങ്ങൾ കണ്ടാൽ നിങ്ങൾ ഒരാളോടും പറയരുത്. കാരണം അത് ബിശൈത്താനി ബിഹി ഫിൽ മനാം, ഉറക്കത്തിൽ കളിക്കുന്ന ശൈത്താന്റെ കളിയാണത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ഞെട്ടി ഉണരുന്നത്. ചില ആളുകളൊക്കെ ദുസ്വപ്നം കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി എണീക്കും. അതെന്തുകൊണ്ട്? അത് ശൈത്താന്റെ ഒരു ഇടപെടലാണ്. അതുകൊണ്ടാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉബ്ബാത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, മൻ തആറ മിനൽ ലൈൽ, രാത്രി ആരെങ്കിലും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നാൽ അവൻ പറയട്ടെ, ഫഖാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രാർത്ഥന അവൻ പറയണം. കഴിഞ്ഞില്ല, അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതൊക്കെയാണ് പറയണം. ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നാൽ നമ്മൾ പറയേണ്ട, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്റൊക്കെയാണ് പറയാം. എന്നിട്ട് എന്ത് പറയണം? അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ. ഈ പ്രാർത്ഥന ഒക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഔ ദഅ, അല്ലെങ്കിൽ ഇങ്ങനെ ഞെട്ടി ഉണർന്ന് ഈ ദിക്റുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആരെങ്കിലും അല്ലാഹുവോട് ദുആ ചെയ്താൽ ഉസ്തുജീബ ലഹു, അവന്റെ ദുആയിന് തീർച്ചയായും ഉത്തരം ലഭിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഫഇൻ തവല്ല, ആരെങ്കിലും ആ സമയത്ത് വുളൂവെടുത്തു, വസല്ല, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ ഖുബിലത്ത് സ്വലാത്തുഹു, അവന്റെ നിസ്കാരം തീർച്ചയായും അല്ലാഹു സ്വീകരിച്ചിരിക്കും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തീർച്ചയായും ഉത്തരം നൽകുന്ന ഒരു സമയമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ലൈലി ലസാഅ, രാത്രി കാലങ്ങളിൽ ഒരു സമയമുണ്ട്, ലാ യുവാഫിഖുഹാ റജുലുൻ മുസ്ലിമുൻ, ഒരു മുസ്ലിമായ ഒരു സുഹൃത്ത് അവൻ ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ, യസ്അലുല്ലാഹ ഖൈറൻ മിൻ അംരി ദുനിയ വൽ ആഖിറ, ദുനിയാവിന്റെ കാര്യമായിക്കോട്ടെ ആഖിറത്തിന്റെ കാര്യമായിക്കോട്ടെ, ആ സമയത്ത് അവൻ അല്ലാഹുവോട് പ്രാർത്ഥിച്ചാൽ ഇല്ലാ അതാഹു ഇയ്യാഹു, അല്ലാഹു തീർച്ചയായും അത് കൊടുക്കും. വദാലിക കുല്ല ലൈലത്തിൻ, അത് എല്ലാ രാത്രിയിലും ഉണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഉറക്കത്തിൽ നിന്നൊക്കെ ഞെട്ടി ഉണർന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. ഇനി ഒരാൾ ദുസ്വപ്നം കണ്ടു, നേരത്തെ ഞാൻ പറഞ്ഞ ശൈത്താന്റെ വസ്വാസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സ്വപ്നങ്ങൾ, പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിഷമമുണ്ടാക്കുന്ന എന്തെങ്കിലും സ്വപ്നങ്ങൾ കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? ഒരിക്കൽ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബിയുടെ അടുത്തേക്ക് അതാ ഒരാൾ ഓടി വന്നു. ഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പേടിച്ചുകൊണ്ടാണ് പറയുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റഅയ്തു ഫിൽ മനാമി, ഞാൻ ഉറക്കത്തിൽ കണ്ടു. എന്താ കണ്ടത്? കഅന്ന റഅസി ഖുതിഅ, എന്റെ തല ഇങ്ങനെ മുറിഞ്ഞു പോയി. ഫളഹിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബിയാണ് ചിരിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, ഇദാ ലഅബ ശൈത്താനു ബി അഹദികും ഫീ മനാമിഹി ഫലാ യുഹദ്ദിസ് ബിഹി നാസ്, ഉറക്കത്തിൽ ശൈത്താൻ കളിക്കുന്ന ഒരു കളിയാണെന്ന്, അതൊക്കെ നീ ബാക്കിയുള്ളവരോട് പോയി പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ വേറൊരു ഹദീസിൽ കാണാം, ഒരു അറാബിയായ ഗ്രാമീണനായ ഒരാൾ നബിയുടെ അടുത്തേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റഅയ്തു ഫിൽ മനാമി കഅന്ന റഅസി തുരിബ, എന്റെ തല ഇങ്ങനെ വല്ലാതെ അറുക്കപ്പെട്ടു, അത് മുറിഞ്ഞു പോയി. ഫതദഹറജ, എന്നിട്ട് എന്റെ തല ഇങ്ങനെ ഉരുണ്ടു പോവാണ്. ഞാൻ അതിന്റെ പിന്നാലെ ഓടി, അതിന്റെ പിന്നാലെ ഞാനും ഇങ്ങനെ ഓടിപ്പോവാൻ, തല മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറാബിനോട് പറഞ്ഞു, ലാ തുഹദ്ദിസിൻ നാസ ബിതലഉബി ശൈത്താനി ബിക ഫീ മനാമിക്, നിന്റെ ഉറക്കത്തിൽ ശൈത്താൻ കളിക്കുന്ന ഈ കളിയൊന്നും ഈ വേറെ ആരോടും പറഞ്ഞു കൊടുക്കണ്ട. പറഞ്ഞാൽ ബേജാറാവുന്ന, പേടിപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ കണ്ടാൽ അത് ഒരാളോടും പറയാൻ പാടില്ല, അത് ശൈത്താന്റെ കളിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യുന്ന, ബിദ്അത്തുകൾ ചെയ്യുന്ന, നമ്മൾക്കിടയിൽ, നമ്മുടെ ആദർശ ബന്ധുക്കൾക്കിടയിൽ ശക്കുണ്ടാക്കുന്ന, നമ്മുടെ ആദർശത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് ചിന്തകളും അതുപോലെയുള്ള ഒരു വസ്വാസുകളും നമുക്ക് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ശൈത്താന്റെ കളിയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. പലപ്പോഴും പല ആളുകളും ഒക്കെ ഉദുവെടുക്കുന്ന സന്ദർഭത്തിൽ ഒരു ഉദുവെടുത്താൽ കൈ ഇങ്ങനെ ഫുള്ളായിട്ട് നനഞ്ഞിട്ടില്ലേ എന്ന് തോന്നാണ്, വസ്വാസാണ്. കൈ വടറ്റം കഴുകി കഴിഞ്ഞ് ഉദുവെടുക്കുന്ന സമയത്ത് കൈ കഴുകിയത് എന്റെ മുട്ടുമ തട്ടിയിട്ടില്ലേ എന്നൊരു വസ്വാസാണ്, വീണ്ടും ഒതുകൊടുക്കാണ്. ഇതൊക്കെ ശൈത്താന്റെ കളിയാണ്, ശൈത്താനിയത്താണ്, നമ്മൾ ഉറച്ചു വിശ്വസിക്കണം.
നമുക്ക് ഈമാൻ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് അങ്ങനെ ചിന്ത വരുന്നത്. ഈമാൻ ഇല്ലാത്ത ആൾക്കാർക്ക് തട്ടിയാലും തട്ടിയില്ലെങ്കിൽ എന്താണ്, നന്നാലും നന്നില്ലെങ്കിൽ എന്താ ഒരു കുഴപ്പമില്ല. എന്നാൽ ഒതു കൊടുക്കുന്ന സമയത്ത് മുഖം കഴുകുമ്പോൾ അതിന്റെ ഈ ചെവിക്കുറ്റിയുടെ ഭാഗത്ത് തട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്റെ താടിയുടെ ഉൾഭാഗത്തേക്ക് വെള്ളമായിട്ടുണ്ടോ എന്നൊക്കെ ഒരു തോന്നാണ്. അങ്ങനെ വീണ്ടും ഒതു കൊടുക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന അയാൾ വീണ്ടും ചുരുങ്ങിയത് ഒരു 3 പ്രാവശ്യം അയാൾ ഒതു കൊടുക്കും. അതൊരു ശൈത്താനിയത്താണ്, വസ്വാസാണ്. നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് എത്ര ചെയ്യാൻ കഴിയോ ഫത്തഖുല്ലാഹ മസ്തതഅ്തും ചെയ്യാ, അത്രേ ഉള്ളൂ. അത് വസ്വാസാണ് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ നിസ്കരിക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ എത്ര അങ്ങോട്ട് നിയ്യത്ത് വെച്ചാലാണ് നിയ്യത്ത് ആവാത്ത പോലെ തോന്നും അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാരായ ആളുകളുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ നിയ്യത്ത് വെച്ചാൽ നമ്മളടുത്ത് എന്റെ വീടിന്റെ അടുത്തുണ്ട് ഒരു പള്ളി. ആ പള്ളിയിൽ എപ്പോഴും ഒരാൾ ഉറക്കെ അയാളൊരു 3-4 പ്രാവശ്യം നിയ്യത്ത് വെക്കും. എന്നൊക്കെ പറഞ്ഞു ഉറക്കെ ബാക്കിയുള്ളവരാണ് നിസ്കരിക്കാൻ അയക്കാത്ത കോലത്തിലാണ് മൂപ്പരെ നിയ്യത്ത് വെക്കൽ. നിയ്യത്ത് വെക്കൽ ചൊല്ലലുണ്ടോ? അതില്ല, അത് വേറെ കാര്യം. എന്ന് പറഞ്ഞാൽ വസ്വാസാണ്. പല ആളുകൾ പല വിഷയത്തിലും വസ്വാസാണ്. അതൊക്കെ ശൈത്താനിയത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ഇബാദത്തിന്റെ വിഷയത്തിലൊക്കെ സ്കരിക്കുമ്പോൾ, സുജൂദ് ചെയ്യുമ്പോൾ, അതേപോലെ റുക്കൂ ചെയ്യുമ്പോഴൊക്കെ അതൊക്കെ ശരിയായിട്ടുണ്ടോ ഇല്ലേ എന്നിട്ട് മാറ്റി നിസ്കരിക്കുക, മാറ്റി വുളൂ ചെയ്ത് ആവശ്യമില്ല. അതൊക്കെ വസ്വാസാണ്, ശൈത്താനിയത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവോട് അതിൽ നിന്ന് രക്ഷ തേടുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരു മനുഷ്യനെ പിശാച് ഏത് രൂപത്തിലാണ് പഴിപ്പിക്കുക എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു 6 രൂപങ്ങളാണത്. ഇൻഷാ അല്ലാഹ് അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറയാണ്, പിശാച് മനുഷ്യനെ തെറ്റിലകപ്പെടുത്തുന്ന കാര്യങ്ങൾ 6 അതിൽ ഒന്നാമതായി ഒരു മനുഷ്യനെ പഠിപ്പിക്കാൻ പിശാച് ചെയ്യുന്ന ഒരു പണി എങ്ങനെയെങ്കിലും ഒരു മനുഷ്യനെ ശിർക്കിലേക്കാണ് തള്ളിയിടണം, അല്ലെങ്കിൽ കുഫ്ർ ചെയ്യിപ്പിക്കണം. ചെയ്താൽ പിന്നെ ആ മനുഷ്യന്റെ കാര്യം നോക്കണ്ടല്ലോ, ശിർക്ക് ചെയ്താൽ തീർന്നു അല്ലെ. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ സമൂഹത്തിലും വലിയ കാരുണ്യ പ്രവർത്തനത്തിന്റെ ആളുകളൊക്കെ പലപ്പോഴും മുസ്ലിങ്ങളല്ല എന്നുണ്ടെങ്കിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വല്ല കൂലിയുണ്ടോ? അപ്പൊ ഒരാളെ ശിർക്കിലേക്ക് തള്ളിയിട്ടാൽ അവൻ കാലാകാലം നരകത്തിലാണ്. അവൻ എല്ലാ കാലത്തും നരകത്തിലാണ്. അപ്പൊ ഒരാളെ പിശാച് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കുക ശിർക്കിലേക്ക് തള്ളിയിടാൻ, കുഫ്രിൽ കൊണ്ട് തള്ളിയിടാൻ പിശാചിന്റെ ഭാഗത്ത് നല്ല ശ്രമമുണ്ടാകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്നല്ലദീന കഫറൂ ബഅദ ഈമാനിഹിം ثم ازدادوا كفرا لن تقبل توبتهم وأولئك هم الضالون. ഇന്നല്ലദീന കഫറൂ ബഅദ ഈമാനിഹിം, ഈമാൻ കിട്ടിയതിന് ശേഷം പിന്നെ കുഫ്രിലേക്ക് പോയ ആളുകൾ, സുമ്മസ്ദാദൂ കുഫറാ, എന്നിട്ട് അവന്റെ കുഫ്ർ ഇങ്ങനെ വർദ്ധിക്കുകയാണ് എങ്കിൽ ലൻ തുഖ്ബല തൗബതുഹും, അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കൂല, വഉലൈക ഹുമുൽ ളാല്ലൂൻ, അവരാണ് വഴിപിഴച്ച ആളുകൾ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ കുഫ്രിലേക്ക് ശിർക്കിലേക്ക് ജനങ്ങളെ എങ്ങനെയെങ്കിലും തള്ളിയിടാൻ ശൈത്താന്റെ ഭാഗത്ത് വലിയ ശ്രമം ഉണ്ടാവും. എന്നാ ചില ആളുകളെ ശിർക്കിലേക്കും കുഫ്രിലേക്കും കൊണ്ടുപോകാൻ അള്ളാന്റെ തൗഫീഖോടുകൂടി പിശാചിന് കഴിയൂല. അപ്പൊ പിശാച് എന്താ ശ്രമിക്കുക? യൂഖിഉൽ ഇൻസാന ഫിൽ ബിദ്അതി യൂഖിഉ ഫീ അൻ യശ്റഅ ഫി ദീനി മാ ലം യഅ്ദം ബിഹില്ലാഹ്. ബിദ്അത്ത് ചെയ്യുന്ന ആളാക്കി മാറ്റാൻ ശ്രദ്ധിക്കുന്ന, ബിദ്അത്ത് ചെയ്യുന്നവനാക്കാൻ ശ്രദ്ധിക്കും. ദീനില്ലാത്ത കാര്യം, അള്ളാഹു പഠിപ്പിക്കാത്ത കുറെ കാര്യങ്ങൾ ഇതൊക്കെ നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്യും. അപ്പൊ എന്താ അതിനോടുള്ള പിശാചിന് ഇഷ്ടം തിന്മ ചെയ്യുന്നതിനേക്കാൾ ബിദ്അത്ത് ചെയ്യുന്ന ആളുകളെയാണ്. കള്ളു കുടിക്കണവന് അവനറിയാം ഈ കുടിക്കണത് തെറ്റാണെന്ന്. അപ്പൊ ഒരു പക്ഷെ ഭാവിയിൽ അവൻ തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്. ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾക്ക് അറിയില്ല ഇത് തെറ്റാണെന്ന്, ബിദ്അത്ത് നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണം. അപ്പൊ തൗബ ചെയ്യൂല, അപ്പൊ നേരെ പോകുന്ന എടുക്കാൻ നരകത്തേക്കാണ്. അപ്പൊ ശിർക്ക് ചെയ്യാൻ ഒരാളെ കിട്ടിയില്ല എങ്കിൽ രണ്ടാമത് പിശാചിന്റെ ശ്രമം എവിടേക്കാണ്? അവനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി ബിദ്അത്തിലേക്ക് തള്ളിയിടുക എന്നതാണ്. മൂന്നാമതായി പിശാച് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം
വലിയ വലിയ തിന്മകൾ ചെയ്യാൻ, കബായിറുകൾ ചെയ്യാൻ പിശാച് ശ്രമിക്കും, ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി. അതുപോലെ കൊലപാതകം പോലെ, കള്ളുകുടി പോലെ, അതുപോലെ കളവ് പോലെ, വ്യഭിചാരം പോലെ, പതിവ്രതകളായ സ്ത്രീകളെ സംബന്ധിച്ച് അപവാദം പറയുന്നത് പോലെയുള്ള കബായിറുകളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വലിയ തെറ്റുകൾ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പിശാചിന്റെ ഭാഗത്ത് ശ്രമം ഉണ്ടാവും. എപ്പോൾ ശിർക്ക് ചെയ്യാൻ അവന് കിട്ടിയില്ല, കുഫ്ർ ചെയ്യാൻ കിട്ടിയില്ല, ബിദ്അത്ത് ചെയ്യാനും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കബായിറിലേക്ക് ശ്രമിക്കാം. ഇനി ഒരാളെ കബായിർ ചെയ്യാനും കിട്ടിയില്ല എന്ന് നോക്കുക, അപ്പോഴോ ചെറിയ ചെറിയ തിന്മകൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇത് നമ്മൾ ചെറിയ തിന്മകളാണെന്ന് പറയുമ്പോൾ നിസ്സാരമായി കാണരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇയ്യാകും വമുഹഖിറാത്തിദ് ദുനൂബ്, ചെറിയ ചെറിയ പാപങ്ങളെ നിസ്സാരമായി കാണുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നമാ മസലു മുഹഖിറാത്തിദ് ദുനൂബി കഖൗമിൻ നസലൂ ഫീ ബത്നി വാദിൻ ഫജാഅ ദാ ബുഊദിൻ വജാഅ ദാ ബിഊദിൻ ഹത്താ അൻറജൂ ഖുബ്സതഹും വഇന്ന മുഹഖിറാത്തിദ് ദുനൂബി മതാ യുഖദ് ബിഹാ സാഹിബുഹാ തുഹ്ലികൂന. പറഞ്ഞാൽ ഒരു വാദിയിൽ, ഒരു താഴ്വരയിൽ കുറച്ച് ആളുകൾ വന്ന് ഇറങ്ങി, അവരൊക്കെ അവരുടെ ഖുബ്സ് വേവിക്കാൻ വേണ്ടി പല ആളുകളും പോയി വിറക് ശേഖരിച്ചു കൊണ്ടുവരുന്നത് പോലെ ഒരാൾ ഒരു വിറകെ കൊണ്ടുവരണുള്ളൂ, അടുത്ത ആള് വേറെ ഒന്നായിട്ട് വരും, വേറെ ആള് വേറെ ഒന്നായിട്ട് വരും. അങ്ങനെ വന്ന് അതിങ്ങനെ വലുതായി അവരുടെ ഖുബ്സ് തിളപ്പിക്കാൻ മാത്രം ആവുന്നത് പോലെ ചെറിയ തെറ്റുകൾ ചെയ്ത് അത് വലിയതാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ തെറ്റുകളെ നിസ്സാരമായി തന്നെ സൂക്ഷിക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പൊ നാലാമതായി പിശാച് ഒരാളെ തള്ളിയിടാൻ ശ്രദ്ധിക്കുന്നത് ചെറിയ തിന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിനും ഒരാളെ കിട്ടില്ല എന്ന് വെക്കാം. ചെറിയ തിന്മകളും ഒരാൾ ചെയ്യാൻ തയ്യാറായില്ല, അയാൾ നല്ല വിശ്വാസിയാണ് എങ്കിൽ നിർബന്ധ കാര്യങ്ങളെക്കാൾ അനുവദനീയമായ കാര്യങ്ങളിൽ മനുഷ്യനെ ഇങ്ങനെ മുഴുവിപ്പിക്കും. ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ പള്ളിയിൽ 5 നേരം വന്ന് പുരുഷന്മാർക്ക് ജമാഅത്തായി നിസ്കരിക്കൽ നിർബന്ധമാണ് അല്ലേ? എന്നാൽ ആ സമയത്ത് എന്തെങ്കിലും ഒരു ശുഗലാക്കി ഹറാമൊന്നല്ല, ഹലാലായ സമയത്ത് തന്നെ നമ്മളെ കച്ചവടത്തിലൊക്കെ മുഴുകിപ്പിച്ച് ആ നിർബന്ധമായ കാര്യത്തിൽ നാളാണ് മാറ്റിക്കളയും. ഇത് ശൈത്താന്റെ 5ാമത്തെ ഒരു ശ്രമമാണ്. നമ്മൾ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ്. അനുവദനീയമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിർബന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത കാര്യങ്ങളെ ഒന്ന് മാറ്റിക്കളയും. ഇത് പിശാചിന്റെ 5ാമത്തെ ഒരു ശ്രമമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നു. 6ാമത്, ഇനി അതിനും ഒരാളെ കിട്ടിയില്ല, അത്രയും വിശ്വാസമുള്ള നല്ല ഈമാനുള്ള ഒരു മുഹ്സിനായ മുസ്ലിഹായ മനുഷ്യനാണ് എന്ന് വെക്കുക. അപ്പൊ 6ാമത് അവൻ ശ്രദ്ധിക്കുക, പിശാച് ഒരാളെ തള്ളിയിടാൻ ശ്രദ്ധിക്കുക എപ്പോഴാ? ശ്രേഷ്ഠമായ കാര്യങ്ങളെക്കാൾ പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളിൽ മനുഷ്യനെ മുഴുകിപ്പിക്കും. ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ശ്രേഷ്ഠമായി പഠിപ്പിച്ചിട്ടുണ്ടാവും, ചെറിയ കാര്യങ്ങളാണ്, അത് ചെയ്താൽ തന്നെ വലിയ മഹത്വമുള്ള സ്വർഗത്തിൽ വലിയ ദർജ കിട്ടുന്ന പ്രവർത്തനങ്ങളാണ്. എന്നാൽ അത്രയൊന്നും കൂലി കിട്ടാത്ത ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നല്ല പ്രവർത്തനം ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യം പലപ്പോഴും ഇങ്ങനെ അത്ര തന്നെയും മഹത്വമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പിശാച് അവനെ പ്രേരിപ്പിക്കും എന്നാണ്. ഇങ്ങനെ 6ഓളം കാര്യങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാം പിശാചിൽ നിന്നുള്ള വസ്വാസാണ് എന്ന് മനസ്സിലാക്കി പിശാചിന്റേതായ എല്ലാ വസ്വാസിൽ നിന്നും ഇല്ലാതായി തീരാൻ അല്ലാഹുവോട് നമ്മൾ നിരന്തരമായി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫസ്തഈദ് ബില്ലാഹ്, നിങ്ങൾ എപ്പോഴും പിശാചിൽ നിന്ന് ശരണം തേടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വന്നുപോയ ചെറുതുമലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കഴിയുന്നുണ്ട്. അല്ലാഹു എല്ലാവരുടെ രോഗവും നീ എത്രയും പെട്ടെന്ന് ശിഫാ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഈ റമദാനിൽ പോലും നമ്മുടെ നാട്ടിലൊക്കെയുള്ള പല ആളുകളും അല്ലാഹു എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ. അല്ലാഹു ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക مجيب الدعوات يا قاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والسلام على المرسلين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.